അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു. നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൽ 2 വർഷം മാത്രം പ്രായമുള്ള, അതായത് പുതുതായി രൂപീകരിക്കപ്പെട്ട് 2 വർഷം മാത്രമുള്ള ഒരു ക്ലബ്ബ് ലീഗിന്റെ ടൈറ്റിൽ റേസിലേക്ക് വരുന്നത് നിലവിലെ അവിടെയുള്ള കടൽക്കിഴവന്മാർക്ക് അങ്ങോട്ട് സൂചിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്റർകാശി എന്ന് പറയുന്ന ക്ലബ്ബ് രൂപീകരിക്കപ്പെട്ടിട്ട് 2-ാമത്തെ വർഷമാണ്. അവർ ടൈറ്റിൽ റേസിലെത്തി നിൽക്കുകയാണ്. ഇപ്പം ഈ ഇന്റർകാശിക്കെതിരെ 6 ടീമുകളാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് പരാതി അയച്ചിരിക്കുന്നത്. ആ ക്ലബ്ബുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നിലവിലെ ചാമ്പ്യന്മാരെന്ന് സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞ ചർച്ചിൽ ബ്രദേഴ്സ്, അതുകൂടാതെ അവർ ഇന്ത്യൻ ചാമ്പ്യന്മാരായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റിയൽ കാശ്മീർ FC, ഡൽഹി FC, ശ്രീനിധി ഡക്കാൻ FC, നാംധാരി FC, ഐസ്വാൾ FC, ഈ 6 ക്ലബ്ബുകൾ ചേർന്നിട്ട് ഇന്റർകാശിക്കെതിരെ പരാതി അയച്ചിരിക്കുകയാണ്. കാരണം റഫറിമാരുടെ തീരുമാനം പലപ്പോഴും ഇന്റർകാശിക്കെതിരെയായിരുന്നു. ഇന്റർകാശിയുടെ ഭാഗത്തു നിന്നും പലരെയും സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്റർകാശി അയോഗ്യരാക്കണം എന്നാണ് ഇവരുടെ പ്രത്യേക തരത്തിലുള്ള ആവശ്യം. പക്ഷേ ഇതിനെതിരെ ഇന്റർകാശിയുടെ ആരാധകരെ പ്രതികരിച്ചിരിക്കുന്നത്, ഞങ്ങൾക്ക് തിരിച്ചു പറയാനാണെങ്കിൽ ഇതുപോലെയുള്ള നിരവധി കണക്കുകൾ എടുത്ത് കാണിക്കാൻ പറയും. ഷില്ലോൺ ലജോങ്ങും ചർച്ചിൽ ബ്രദേഴ്സും തമ്മിലുള്ള മത്സരം ഒരു ഒരു ഫിക്സഡ് മാച്ച് പോലെ ആയിരുന്നു പലർക്കും പ്രതീതമായത്. പിന്നെ ചർച്ചിൽ ബ്രദേഴ്സ് അവർക്ക് വേണ്ടി, ഐസ്വാളും അവർക്ക് വേണ്ടി പ്രത്യേകം റഫറിമാരെ ഇറക്കുന്ന പരിപാടികൾ വരെ ഈ ഒരു ടൂർണമെന്റിൽ ഉണ്ടായിരുന്നു. വർഷങ്ങളായിട്ടുള്ള ഇവരാണ് റഫറിമാരെ സ്വാധീനിക്കുകയും മറ്റ് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയും ചെയ്തതെന്നാണ് ഇന്റർകാശിയുടെ വാദം. ഏതായാലും ഇന്റർകാശി തങ്ങളെ ചാമ്പ്യന്മാരെ പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിന്റെ നിയമ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ 6 ഐ ലീഗ് ക്ലബ്ബുകൾ ഇന്റർകാശിക്കെതിരെ സംയുക്തമായിട്ട് പരാതിയുമായിട്ട് രംഗത്ത് വന്നപ്പോൾ ഇന്റർകാശിക്കെതിരെ തന്നെ നിലനിൽക്കുന്ന ഐ ലീഗ് ക്ലബ്ബുകളിലെ കടൽക്കിടവന്മാർക്കിടയിൽ ഒരു അമർഷവും വെറിയും ഉണ്ടെന്ന് മനസ്സിലാക്കാം.